അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു കടായിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് പച്ചരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒട്ടും തരിയൊന്നും ഇല്ലാത്ത ഇടിയപ്പം അപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത പച്ചരിപ്പൊടിയാണ് എടുക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ അരിപ്പൊടി എപ്പോഴും അളന്നെടുക്കുമ്പോൾ ഇതുപോലെ ലെവൽ ചെയ്ത് വേണം എടുക്കാനായിട്ട്. കുത്തി നിറച്ച് എടുക്കരുത്. കുത്തി നിറച്ച് മാവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന വെള്ളത്തിന്റെ അളവ് വ്യത്യാസം വരും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലത്തെ ഒരു അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ചായയൊക്കെ കുടിക്കുന്ന സാധാരണ വലിപ്പമുള്ള ഒരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസിന്റെ വലിപ്പത്തിനനുസരിച്ചായിരിക്കണം മാവും വെള്ളമൊക്കെ അളന്നെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമോ തേങ്ങാപ്പാലോ ഒഴിച്ച് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് വെള്ളവും തേങ്ങാപ്പാലും ഒഴിച്ചാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മൾ മാവ് അളന്നെടുത്ത അതേ കപ്പിൽ തന്നെയാണ് വെള്ളവും അളന്നെടുക്കേണ്ടത്. ആദ്യം ഞാനിപ്പോ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. ഇപ്പൊ ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്, വെള്ളമായാലും തേങ്ങാപ്പാലായാലും. അപ്പൊ 2 കപ്പ് അരിപ്പൊടിക്ക് 3 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വരുന്നത്. ആദ്യം നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ മാവ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അരിപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ 2 കപ്പ് വെള്ളമല്ലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളമല്ല, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് 1 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ 2 കപ്പ് അരിപ്പൊടിക്ക് 3 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് തേങ്ങാപ്പാലിൽ വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് 3 കപ്പ് തേങ്ങാപ്പാൽ എടുക്കുക. വെള്ളത്തിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 3 കപ്പ് വെള്ളം എടുക്കാം. ഏതാണോ താല്പര്യം അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളവും 1 കപ്പ് തേങ്ങാപ്പാലും എടുക്കാം. ഞാനിപ്പോ 1.5 കപ്പ് തേങ്ങയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് 1 മിനിറ്റ് ഒന്ന് അരിച്ചെടുത്തിട്ടാണ് ഈ തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. നമ്മളിതില് തേങ്ങാപ്പാല് ചേർത്തത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ തേങ്ങാപ്പാല് താല്പര്യം ഇല്ലെങ്കിൽ മുഴുവൻ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പതാ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്, കട്ടകളൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോ 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. രുചിച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറവുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. സാധാരണ നമ്മൾ ഇടിയപ്പത്തിന്റെ മാവ് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് വെള്ളം തിളപ്പിച്ച് അതിൽ മാവ് ഇട്ടിളക്കി യോജിപ്പിച്ചൊക്കെയാണ് എടുക്കുന്നത്. ഒരുപാട് സമയം കുഴച്ച് മയപ്പെടുത്തി എടുക്കാനൊക്കെ ഒരുപാട് സമയം എടുക്കും, കൈ പൊള്ളും. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപാട് സമയം കുഴക്കേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ കൈ പൊള്ളേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഞാൻ ഓൺ ആക്കിയിട്ടില്ല, ഇനി വേണം ഫ്ലെയിം ഓൺ ആക്കാൻ. അപ്പൊ നമ്മുടെ കലക്കെടുത്ത മാവ് ഈ രീതിയിലാണ് ഇരിക്കുന്നത്. ഒരുപാട് അങ്ങ് കുറുകി കട്ടിയാവാൻ പാടില്ല. ഈ ഒരു രീതിയിലാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. ഒരുപാട് അങ്ങ് കട്ടിയാവാനും പാടില്ല, ഒരുപാട് അങ്ങ് ലൂസായി പോവാനും പാടില്ല. ഈ ഒരു രീതിക്ക് കലക്കിയെടുക്കുക. ഇങ്ങനെ തയ്യാറാക്കുന്ന മാവിന് ഏത് ബ്രാൻഡ് അരിപ്പൊടിയിലും വെള്ളത്തിന്റെ അളവ് ഒരേ അളവ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. കൈവിടാതെ ഇളക്കി കൊടുക്കുക. കൈവിട്ട് പോയാൽ പിന്നെ അടുക്കി പിടിച്ച് മാവൊന്നും നല്ല കറക്റ്റ് ആയിട്ട് വെന്ത് കിട്ടില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പൊ ഈ രീതിയിൽ തയ്യാറാക്കുന്ന മാവിന് ഏത് ബ്രാൻഡ് അരിപ്പൊടിക്കും വെള്ളത്തിന്റെ അളവ് ഒരുപോലെ ആയിരിക്കും. നമ്മളിതില് തേങ്ങാപ്പാല് ചേർത്തത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ തേങ്ങാപ്പാല് താല്പര്യം ഇല്ലെങ്കിൽ മുഴുവൻ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ചെറിയ കട്ടകൾ പോലെ വരും. മാവെല്ലാം ഒന്ന് യോജിച്ച് വരുന്ന സമയത്ത് കട്ടകളെല്ലാം ഉടഞ്ഞു വന്നോളും. ഇതുപോലെ മാവ് കുറുകി വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. നമ്മൾ ഈ മാവ് തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയുള്ള ഒരു കടായോ ഏതെങ്കിലും ഒരു പാത്രമോ എടുക്കുക. അപ്പൊ കണ്ടില്ലേ, മാവെല്ലാം ഒന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. കട്ടകളെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും, ഒരുപാട് താമസമൊന്നുമില്ല. പാനിൽ നിന്ന് നമുക്ക് വിട്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അഥവാ നിങ്ങൾ തയ്യാറാക്കുന്ന മാവില് കുറച്ച് വെള്ളം കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റും ആയിരിക്കും, പാനിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ബോള് പോലെ നമുക്ക് ഉരുണ്ട് കിട്ടണം. അതുവരെയും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി.
നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തപ്പോൾ പാനിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല സ്മൂത്തായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന മാവിന് നമ്മൾ കുഴച്ച് പരുവപ്പെടുത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കണ്ടില്ലേ, മാവ് നല്ല കട്ടിക്ക് ബോൾ പോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ആക്കിയെടുക്കാം. ഇപ്പോൾ ഈ കടായി നല്ല ചൂടാണ്. ഈ ചൂടിൽ തന്നെ ഈ മാവ് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് ഡ്രൈ ആയി പോകും. അതുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ തയ്യാറാക്കിയെടുത്ത മാവ് ആ ചൂടോടുകൂടി തന്നെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കയ്യിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ മാവ് നല്ല ചൂടാണ്. ഈ മാവിന്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറണം. ഒരുപാട് ചൂട് മാറാൻ നിൽക്കേണ്ട, ചെറിയൊരു ചൂട് വേണം. ഇനി മൂടി വെച്ച് കൊടുക്കാം. അപ്പൊ ഈ മൂടി വെച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ മാവൊന്ന് വെന്ത് കിട്ടും. ഇപ്പൊ നമ്മള് മാവ് മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഇപ്പൊ ചെറിയൊരു ചൂടുണ്ട്, ഒരുപാടങ്ങ് ചൂട് മാറിയിട്ടില്ല. ഈ മാവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൂട് മാറിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. കണ്ടില്ലേ, നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ മാവ് തയ്യാറാക്കുന്നത് ഒരുപാട് പ്രയാസപ്പെട്ടാണ്. ചിലപ്പോൾ വെള്ളം കൂടിപ്പോവും, അല്ലെങ്കിൽ ചിലപ്പോൾ മാവ് ഡ്രൈ ആയി പോകും. ഇങ്ങനെ മാവ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് പേടിക്കേണ്ട ഒരാവശ്യവും ഇല്ല. നല്ല കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് നമുക്ക് കിട്ടും. ഈ മാവ് കുഴച്ച് മയപ്പെടുത്തി എടുക്കേണ്ട ഒന്നും ആവശ്യമില്ല. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. സാധാരണ നമ്മൾ ഇടിയപ്പത്തിന് മാവ് തയ്യാറാക്കുന്നത് പോലെ ഒരുപാട് കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, കൈയൊന്നും പൊള്ളേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ആവശ്യത്തിന് മാവ് ഇങ്ങനെ എടുക്കുക. അപ്പൊ എത്രയാണോ മാവ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക. ജസ്റ്റ് ഒന്ന് നമുക്ക് സേവനാഴിക്കുള്ളിൽ ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഉരുട്ടേണ്ട ആവശ്യമൊന്നുമില്ല, മാവ് കോരി നിറച്ചു കൊടുത്താൽ മതി. ഇപ്പൊ മാവ് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി സേവനാഴിക്കുള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള മാവ് മൂടി വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മാവ് ഡ്രൈ ആയി പോകും. ഇനി നമ്മൾ ഇടിയപ്പം പിഴിഞ്ഞൊഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സേവനാഴി എടുക്കുക. ഇനി സേവനാഴിയുടെ ഉള്ളിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മാവ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് പിഴിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ അതാ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചില്ലെടുക്കുമ്പോൾ ഇതുപോലത്തെ ചെറിയ ഹോളുള്ള ചില്ല് വേണം എടുക്കാനായിട്ട്. ഇനി സേവനാഴിക്കുള്ളിലേക്ക് നമ്മൾ ഉരുട്ടിയെടുത്ത മാവ് വെച്ച് കൊടുക്കാം. മാവ് ഫുള്ളായിട്ട് അങ്ങ് വെക്കരുത്, ഒരു 1/4 ഭാഗത്തോളം മാത്രമേ മാവ് വെച്ച് കൊടുക്കാവൂ. ഈ സേവനാഴി ഒന്ന് അടച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇടിയപ്പം തയ്യാറാക്കുന്നത് ഇടിയപ്പച്ചെമ്പ് ഇല്ലാത്തവർക്ക് വേണ്ടിയാണ്. ഇടിയപ്പച്ചെമ്പ് ഇല്ലാത്തവർക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് അരിവാല വെച്ചിട്ട് നമുക്ക് ഇടിയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. വീട്ടിൽ നമ്മൾ അരിയൊക്കെ വാർക്കുന്ന അരിവാല ഉണ്ടല്ലോ, ആ അരിവാല വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇടിയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പൊ അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് പൊക്കമുള്ള ഒരു പാത്രം എടുക്കാം. ഞാൻ ഇതുപോലത്തെ കുറച്ച് പൊക്കമുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരുപാട് ഒഴിക്കണ്ട, 3 ഗ്ലാസ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇപ്പൊ എന്താ ഒരു പാത്രത്തിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം വെള്ളം തിളച്ചിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളം വെക്കരുത്. എന്നാൽ പിന്നെ ഇടിയപ്പത്തിന്റെ ഉള്ളിലൊക്കെ വെള്ളം കയറി കറക്റ്റ് പാകത്തിന് ഇടിയപ്പം വെന്ത് കിട്ടില്ല. ജാമായിട്ട് ഒരു കട്ട പോലെ ഇരിക്കും ഇടിയപ്പം. അപ്പൊ അതുണ്ടാവാതിരിക്കാൻ ഇതുപോലെ ആവശ്യത്തിന് കുറച്ച് വെള്ളം മാത്രം വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിന്റെ ഉള്ളില് ഇതുപോലത്തെ ഒരു അരിവാല വെച്ചു കൊടുക്കാം. ഞാൻ അടിയിൽ ഇതുപോലെ പൊക്കമുള്ള ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുള്ളത് ഈ അരിവാല മുങ്ങിക്കിടക്കാതെ പൊങ്ങിയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അരിവാല വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടിയപ്പത്തിന് വെള്ളം കയറും, കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടില്ല, കറക്റ്റ് പാകത്തിന് ഇടിയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് പൊക്കമുള്ള പാത്രം എടുത്തിട്ടുള്ളത്. അപ്പൊ വെള്ളം തട്ടാത്ത രീതിയിൽ വേണം അരിവാല വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അരിവാല ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി അരിവാലയിൽ കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ വാഴയില വേണമെന്നുണ്ടെങ്കിൽ വെച്ചു കൊടുക്കാം. വാഴയില ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാകും. എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കൂട്ടിയിടരുത്. എന്നാൽ പിന്നെ ഇതിന്റെ ആവി കൊണ്ടിട്ട് നമ്മൾ ഇടിയപ്പം പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് കൈ പൊള്ളും. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇടിയപ്പം പിഴിഞ്ഞൊഴിക്കാൻ. ഇനി നമുക്ക് ഇടിയപ്പം പിഴിഞ്ഞൊഴിക്കാം. കണ്ടില്ലേ, ഈസി ആയിട്ട് നമുക്കിതാ മുറിഞ്ഞൊന്നും പോവാതെ കറക്റ്റ് പരുവത്തിന് മാവ് കറക്റ്റായിട്ട് കിട്ടിയത് കൊണ്ടാണ് കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പം എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം ആയിട്ടുള്ളത് അത്രയും പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ അരിവാലയുടെ വലിപ്പത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും നമുക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 4 എണ്ണമാണ് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നത്.
അപ്പോൾ ഇടിയപ്പമൊക്കെ അതാ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് കൊടുക്കാം. സാധാരണ ഇടിയപ്പം തയ്യാറാക്കി എടുക്കുന്നത് പോലെ 10 മിനിറ്റിന്റെ ആവശ്യമൊന്നുമില്ല. മൂടി വെച്ച് കൊടുത്ത് ഒരു 3 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ ഈ ഇടിയപ്പം റെഡിയായി കിട്ടും. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഈ ഇടിയപ്പം ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പം നമ്മൾ ഇത് വേവിക്കാൻ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ആയി. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇപ്പം ഇടിയപ്പമൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിവാലിൽ നിന്നും ഇടിയപ്പം എടുത്ത് മാറ്റാം. നല്ല സ്മൂത്തായിട്ട് ഇതാ വന്നിട്ടുണ്ട്. അടിക്കൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല അടിപൊളി ഇടിയപ്പം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് എടുക്കാം. അടുത്ത് പിഴിഞ്ഞൊഴിക്കുന്ന സമയത്ത് വീണ്ടും എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇടയ്ക്കൊന്ന് വെള്ളം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ, വറ്റിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിയാൽ മതി. ഇപ്പം നമ്മൾ കുഞ്ഞു കുഞ്ഞു ഇടിയപ്പം അല്ലേ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. കുറച്ച് വലിപ്പത്തിൽ നമുക്കിതൊന്ന് പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തതുകൊണ്ട് തേങ്ങയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇപ്പം ചില സ്ഥലത്ത് ഇതിന് വീശപ്പം എന്നും പറയും. എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. നല്ല ഈസി ആയിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇതാ പിഴിഞ്ഞൊഴിക്കാൻ പറ്റുന്നുണ്ട്. റൗണ്ടായിട്ട് ഇതാ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം. നടുക്ക് വെറുതെ വിട്ടിട്ട് ഞാനിപ്പോൾ ഫുള്ളായിട്ട് അങ്ങ് കവർ ചെയ്യണേ. ഫുള്ളായിട്ട് കവർ ചെയ്ത് മാവ് ചുറ്റിച്ച് എടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിം തന്നെ വെക്കാം. ഇപ്പം നമ്മൾ ഇത് വേവിക്കാൻ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ആയി. ഇപ്പം 3 മിനിറ്റ് കൊണ്ട് ഇടിയപ്പം എന്താ സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി പാത്രത്തിൽ നിന്നും അരിവാല പുറത്തെടുക്കാം. ഇപ്പൊ ഇത് നല്ല ചൂടാണ്. ഒരു 30 സെക്കൻഡ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ചൂടോടുകൂടി ഇത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഇപ്പൊ ഒരു 30 സെക്കൻഡ് ആയിട്ടുണ്ട്. ചെറിയൊരു ചൂടേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ എടുത്ത് മാറ്റാം. വലിയ ചൂടൊന്നുമില്ല. നല്ല സൂപ്പർ ആയിട്ടുള്ള ഇടിയപ്പം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, കനം കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ തേങ്ങാപ്പാലിൽ ചെയ്തെടുത്തതുകൊണ്ട് ടേസ്റ്റും കൂടുതലായിരിക്കും. നമ്മൾ സാധാരണ ഇടിയപ്പച്ചമ്പിൽ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ അരിവാലയിലും ചെയ്തെടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കൈ നനയാതെ, കൈ വേദനിക്കാതെ, കൈ പൊള്ളാതെ നമുക്ക് ഈസി ആയിട്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഇടിയപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് തയ്യാറാക്കിയെടുത്ത ഇടിയപ്പമാണ്. സാധാരണ നമ്മൾ ഇടിയപ്പച്ചമ്പിൽ തയ്യാറാക്കി എടുക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ അരിവാലയിലും തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഒരു വ്യത്യാസവും ഇല്ല. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ, നല്ല ലെയറായിട്ട് ഇതാ കിട്ടുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വലുതായിട്ട് ഉണ്ടാക്കാം, ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ കുറച്ച് വലിപ്പത്തിൽ തയ്യാറാക്കിയെടുത്ത വീശപ്പം അല്ലെങ്കിൽ നൂലപ്പം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും നല്ല സോഫ്റ്റാണ്. നമ്മൾ സാധാരണ ഇടിയപ്പച്ചെമ്പിൽ തയ്യാറാക്കി എടുക്കുന്നത് പോലെ തന്നെയുണ്ട്. നല്ല കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇടിയപ്പൊക്കെ ചെയ്ത് ഫ്ലോപ്പായവർ ഇതുപോലെ ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇടിയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഫ്ലോപ്പായി പോവില്ല. ഇനി ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. കണ്ടില്ലേ, പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഇടിയപ്പം ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്